ഹാഷ്മരിയിൽ നോക്കൂ, നസീം ശിവരഞ്ജിത്ത്, ഈ രണ്ട് പേരുകൾ കേരളത്തെ ഞെട്ടിച്ചതാണ്. രണ്ടാമത് ജയിലിലിരുത്തി ഒന്ന് പരീക്ഷ എഴുതിയപ്പോൾ ഒരു മാർക്ക് പോലും, ഒരു ശരി പോലും എഴുതാത്തവരാണ് ആ രണ്ടുപേർ. അതിനുശേഷം ഒന്ന് ആലോചിച്ചു നോക്കൂ, ആസൂത്രണ ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 1ാം റാങ്ക് നേടിയ ഇടതു സംഘടനാ നേതാവ് 10 ചോദ്യങ്ങളുടെ ഉത്തരം തെറ്റിക്കുകയോ എഴുതാതിരിക്കുകയോ ചെയ്തു. 6 ചോദ്യങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി. അങ്ങനെ വന്ന 10 ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റാങ്ക് കൊടുക്കുകയാണ്, 1ാം റാങ്ക്. എന്തൊരു നെറികേടാണ്! നിങ്ങൾ നയിക്കുന്ന നിങ്ങളുടെ CPM-ന്റെ യുവജന സംഘടനയായ DYFIയും SFIയും എന്ത് കാര്യം വന്നാലും കൊടിപിടിച്ച് നിരത്തിലിറങ്ങി അക്രമാസക്തരായി സമരമഴിച്ചുവിടുന്ന നിങ്ങൾക്ക് ഈ നെറികേടിനെതിരെ ഒരു ചോദ്യം ഉയർത്താൻ കഴിയുന്നുണ്ടോ? ഇതാണോ PSCക്ക് പിണറായി വിജയനും സംഘവും നൽകിയ വിശ്വാസ്യത? ഇത് പശുവത്തിട്ട് മോരിന്റെ പൊടി പോയില്ല എന്ന് പറഞ്ഞാൽ ഇത് ഭരണം മാറിയിട്ട് മാസങ്ങൾ കുറയായി. നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല? അല്ല, നിങ്ങളുടെ കാലത്ത് സംഭവിച്ച കാര്യം തന്നെ പറയണ്ടേ? ആ കാലത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ ഇപ്പോൾ നിങ്ങളുടെ സഖാക്കൾ തന്നെയാണ് PSCയിൽ ഇരിക്കുന്നത്. അന്വേഷണം സഖാക്കളൊന്നല്ല, PSCയിൽ സ്വതന്ത്രരായ ആളുകളാണ് പറഞ്ഞു. ഇപ്പൊ നേരത്തെ കൺട്രോൾ ബോർഡിലെ പിന്നെ ഈ കഴിഞ്ഞ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി PSC മെമ്പറായിരുന്നു. അവര് സ്വതന്ത്ര ചിഹ്നത്തിലുള്ള ആളാണോ? അതിലെന്താ കുഴപ്പം? അവർ സ്വതന്ത്രരാണോ? അല്ല ഹാഷിം, ചോദ്യം ചോദിക്കുമ്പോ ഓടി ഒളിക്കരുത്. അവർ സ്വതന്ത്രയാണോ? അവർ സ്വതന്ത്ര നിലപാടുള്ള ആളാണോ? അവർ കേരളത്തിലെ എഡ്യൂക്കേഷൻ രംഗത്തിന് വേണ്ടിയിട്ട് നൽകിയ സംഭാവന എന്ത്? അവരെ PSCയുടെ അംഗമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് LDF കണ്ടെത്തുമ്പോൾ അവർ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് നൽകിയിട്ടുള്ള സംഭാവന എന്ത്? അവർ CPM-കാരി അല്ല എന്ന് ഹാഷിം അരിയിൽ പറയാൻ സാധിക്കുമോ? അവർ സ്വതന്ത്രയായിട്ടുള്ള ഒരു സ്ത്രീയാണോ? കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് ശിവൻകുട്ടിയുടെ ഭാര്യയാണ് പാർവതി. ഇനി നിങ്ങൾ പറയും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കി നട്ടാൽ കുറുക്കാത്ത കള്ളം. നന്ദു 1 മണിക്കൂർ പിന്നെ ഈ 1.5 മണിക്കൂർ കള്ളം പറഞ്ഞാൽ ചോദ്യം ചെയ്യും. ചില പോയിന്റുകൾ ഉയർത്തിക്കാട്ടാൻ കുറച്ച് അധിക സമയം വേണമെങ്കിൽ അത് അനുവദിക്കും. അതിലൊരു തർക്കമില്ല. അങ്ങ് മറുപടി പറയും. പറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് പൊളിക്കുന്നത് ഇവിടെ PSC മെമ്പർ ആവുന്നതിനോ ഗവൺമെന്റ് ജോലി നേടുന്നതിനോ ഇടതുപക്ഷക്കാരനാകുന്നതോ അല്ലെങ്കിൽ CPM-കാരനാകുന്നതോ തെറ്റാണെന്ന് ആര് പറഞ്ഞ്? BJP-യുടെ പിന്നെ RSS സംഘപരിവാറിന്റെ ആളുകൾ ഉന്നത സ്ഥാനങ്ങളിലുണ്ട്. CPM-കാരൻ അതിന്റെ ഭാഗമാകുന്നതിൽ തെറ്റൊന്നുമില്ല സാർ. അതിന്റെ ഭാഗമായിരുന്ന CPM-ന് വേണ്ടി വിടുപണി ചെയ്യുന്നതാണ് തെറ്റ്. അങ്ങനെ പറഞ്ഞുള്ളൂ. അതിന്റെ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം ഇപ്പൊ നിങ്ങൾ SIT രൂപീകരിച്ചിട്ടുണ്ടല്ലോ, പുതിയ ഗവൺമെന്റ് SIT അന്വേഷിക്കുന്നുണ്ടല്ലോ, പുറത്തു വരട്ടെ. അല്ലാതെ ഇതൊക്കെ വിധി പറഞ്ഞിട്ട് ഇതൊക്കെ കോടതിയായിട്ട് മാറണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പിന്നെ ഈ വലിയ പറഞ്ഞല്ലോ, എന്താണ് 10 വർഷമായിട്ട് ഇന്ത്യയിൽ മൊത്തം പിന്നെ നിയമന നിരോധന നടപ്പിലുള്ള രാജ്യമാണ് ഇന്ത്യ. ആ നിയമന നിരോധനം നടപ്പിലുള്ളപ്പോഴും 3 ലക്ഷം ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്ത ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അഡ്വൈസ് മെമ്മോ അയച്ച കണക്കും കൊണ്ട് ഈ ഡിബേറ്റുകൾ വന്നിരുന്ന തള്ളുന്ന പണി നിങ്ങൾ മതിയാക്കണം. നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് കേരളത്തിലെ യുവാക്കളെയാണ്. മനസ്സിലായില്ലേ? അഡ്വൈസ് മെമ്മോ അയച്ച ഒരു റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് നിയമനം കൊടുത്ത കാര്യമാണോ നിങ്ങൾ പറയുന്നത്? അഡ്വൈസ് മെമ്മോ അയച്ച കണക്ക് കൊണ്ടുവന്ന് ഇത്രയും നിയമനം കൊടുത്തു എന്ന് പറയാൻ ഇത്ര ഉളുപ്പില്ലാത്ത ഒരാള് ഈ സംഘടനയ്ക്ക്, ഈ പറയുന്ന CPM-നല്ലാതെ മറ്റൊരാൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ LDF-ലുള്ള ആൾക്കാർക്കല്ലാതെ മറ്റൊരാൾക്കും പറ്റില്ല. അഡ്വൈസ് മെമ്മോ അയച്ച കണക്കാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് ധാരണയുണ്ടോ? അഡ്വൈസ് മെമ്മോ എന്താണ് നിങ്ങൾക്ക് ധാരണയുണ്ടോ? ഉത്തരവ് എന്താണ്? ഈ നിയമന ഉത്തരവ് എന്താണ് ധാരണയുണ്ടോ? അഡ്വൈസ് മെമ്മോ അയച്ച കണക്കാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് നന്ദു മറുപടി പറയാം. ഹാഷിം തുടരൂ. നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിരുന്നിന് വിളിച്ചിട്ട് നിങ്ങൾ ഉണ്ണുന്നത് കാണിക്കാൻ മറ്റുള്ളവരെ വിരുന്നിന് വിളിക്കരുത്. ശ്രീ ഹാഷിം അരിയിൽ, അങ്ങയെ ഈ ഡിബേറ്റിൽ അതിഥിയായി ക്ഷണിച്ചതാണ്. അങ്ങയ്ക്ക് പറയാനുള്ള അവകാശമുണ്ട്. അങ്ങയുടെ ഇവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് പറയാം. അങ്ങ് പറഞ്ഞു തുടങ്ങിയതിലെ സാങ്കത്യമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അങ്ങേക്ക് പറയാം, തുടരാം. ചോദിക്കേണ്ട സമയത്ത് ഇടയിൽ ഇടപെടുമ്പോഴാണല്ലോ അങ്ങ് പറയൂ. ഇടപെടില്ല, ആരും ഇടപെടില്ല, അങ്ങ് പറയൂ. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ നിയമപ്രകാരമുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള അന്വേഷണം ഇപ്പൊ നടക്കുന്നുണ്ട്. നടത്തുന്നത് ആരാണ്? പിന്നെ UDF ഗവൺമെന്റിന്റെ പോലീസാണ്. അവർ SIT രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആര് തെറ്റ് ചെയ്താലും ഈ നാട്ടിൽ ഇപ്പൊ എനിക്ക് എതിർപക്ഷത്തിരിക്കുന്ന ആളുകളും ഞാൻ വിശ്വസിക്കുന്നു തെറ്റിന്റെ കൂടെ ന്യായീകരിച്ച് നിൽക്കില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടണം. അതിന് പാർട്ടിയോ മറ്റോ പിന്തുണക്കേണ്ട ആവശ്യമില്ല, പിന്തുണക്കില്ലെന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ ഇത് നടന്നിരിക്കുന്ന ഇതിന്റെ പശ്ചാത്തലത്തിൽ അത് വെച്ചുകൊണ്ട് നിലവിലെ സംവിധാനത്തെ അളക്കരുത്. നേരത്തെ നന്ദു തന്നെ പറഞ്ഞു, ഇവിടെ എന്തായിരുന്നു, പിന്നെ PSC പരീക്ഷാ പേപ്പർ ചോർന്നു, ഒരക്ഷരം അതിനെപ്പറ്റിയുള്ള സംസാരങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായില്ല, അതിനെപ്പറ്റിയുള്ള ചർച്ചയുണ്ടായില്ല. അത് പിന്നെ ഇവിടെ അതുപോലെ തന്നെ നിൽക്കുന്നു. ഇത് ചെയ്യുന്നത് പിണറായിയുടെ കാലത്ത് നടന്നാൽ അതാണ് തെറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഏത് കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആ പ്രശ്നത്തെ പ്രശ്നമായി കാണാൻ ശ്രമിക്കണം. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ, ഇപ്പം റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് ജോലിയില്ല എന്ന് പറയുന്നു, അത് മാത്രമാണോ പ്രശ്നം? കേരളത്തില് ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചയിൽ 600ഓളം തൊഴിലാളികളെ പിരിച്ചുവിടപ്പെട്ട കമ്പനികളുണ്ട്. ആ കമ്പനികൾ പിരിച്ചുവിടപ്പെടാനുള്ള കാരണം എന്താ? ഗവൺമെന്റ് ജോലി മാത്രമല്ലല്ലോ ഇവിടുത്തെ ജോലികളുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ കമ്പനികളിലും ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. 600 പേർക്ക് ഒറ്റയടിക്ക് കേരളത്തിൽ ജോലി നഷ്ടപ്പെട്ടു. ആ ജോലി നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? തൊഴിൽ കോഡ്, ലേബർ കോഡ്, കേന്ദ്രം നടപ്പിലാക്കിയ ലേബർ കോഡിന്റെ പശ്ചാത്തലത്തിലാണ് അവരെ പിരിച്ചുവിടപ്പെട്ടിട്ടുള്ളത്. 300-ലധികം ആളുകൾ ഒറ്റയടിക്ക് പിരിച്ചുവിടപ്പെടുകയാണ്. അങ്ങനെ പിരിച്ചുവിടപ്പെട്ടിട്ട് തെരുവോരത്തേക്ക് ഇന്നലെ വരെ ജോലി ചെയ്ത ആളുകൾ ഇന്ന് രാവിലെ വരുമ്പോ അവരോട് പറയുന്നു ജോലി ഇല്ല എന്ന് അവരോട് പറയുന്നു. ഈ കേരളത്തിലും ഇതേപോലെ സമാനമായ സംവിധാനം സർക്കാർ സർവീസിലുണ്ടായി. പിന്നെ ഇതേപോലെ തന്നെ LP സ്കൂളിലെ ടീച്ചേഴ്സ് അവർ ഇന്നലെ ജോലി ചെയ്ത് വന്നവരാ. ഇന്ന് അവർ രാവിലെ പോകുമ്പോ അവരോട് പറയുന്നു നിങ്ങൾക്ക് ജോലി ഇല്ല എന്ന് പറയുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? വീക്ഷണ കാഴ്ചപ്പാടില്ലാത്തത്. ഇവിടെ നേരത്തെ നന്ദു ഒരു പ്രയോഗം നടത്തി, പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തിന് ശേഷം ഒരു മാറ്റവും. ഞാൻ പറയുന്നത് മാറ്റം ഉള്ളത് നിങ്ങൾ കാണുന്നില്ല, കാണാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാനിപ്പോ ഈ കഴിയുന്നതിനിടയിൽ എന്റെ ഫോണ് കട്ടാകുമെന്ന ഭയത്തിലായിരുന്നു ഞാനിട്ടായിരുന്നു. കാരണം ഫോണ് ഇന്ന് 6 മണിക്ക് കറണ്ട് പോയിട്ടുണ്ട്. എനിക്ക് ആ 6 മണിക്ക് കറണ്ട് പോയ എനിക്ക് വന്നിരിക്കുന്നത് ഇപ്പോഴീ ചർച്ച തുടങ്ങുന്നതിന്റെ 2 മിനിറ്റ് മുന്നെയാണ് കറണ്ട് എനിക്ക് തിരിച്ചു വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് മുന്നോട്ടുള്ള പുരോഗതിയല്ല, പകരം ഈ സമൂഹത്തെ പിറകോട്ട് കൊണ്ടുപോകുന്ന പുരോഗതിയാണ്, അധോഗതിയാണ്. ആ അധോഗതിയാണ് തിരിച്ചറിയേണ്ടത്. സഖാവ് പിണറായി 2 കുറ്റം പറഞ്ഞാൽ ഒക്കെ ശരിയായി എന്ന് പറഞ്ഞ് ആ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞാൽ എല്ലാം ശരിയായി എന്ന് പറയുന്നിടത്താണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. കേരളത്തിലെ PSC നിയമനം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശബ്ദിക്കാൻ ഇവിടെ ദേശീയ തലത്തിൽ നിയമന നിരോധനം നടപ്പിലാക്കിയവർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം മൻസൂറിനെ പോലെയുള്ള സുഹൃത്തുക്കൾ അവരെഴുതിയ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ആളുകൾ ഇവിടെ വന്നിട്ട് പറയുന്നു അവരെ പോലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. 3-ാം സ്ഥാനത്ത് എത്തുന്ന ആളുകൾ, എന്റെ പെങ്ങളുടെ മകൻ, അവൻ റാങ്ക് ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് എത്തിയിരുന്നു. 3-ാം സ്ഥാനത്ത് എത്തിയപ്പോൾ ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷെ കിട്ടിയില്ല. ഇപ്പോഴും വർഷങ്ങളായിട്ട് ഗൾഫിൽ കഴിയേണ്ടുന്ന വിധിയാണ് അവർക്കൊക്കെ ഉള്ളത്. അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. സമൂലമായ അഴിച്ചുപണിക്ക് എല്ലാ വിധത്തിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. നിങ്ങൾ അവിടെ പോയില്ലേ, അതുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല. അതിന് പകരം എല്ലായിടത്തും ഒരുപോലെ ഇതൊക്കെ പുനഃസംവിധാനിക്കപ്പെടുന്ന സംവിധാനത്തെ കുറിച്ചുള്ള ഒരു ചർച്ച വേണമെന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. ശരി, ഏതായാലും യുവതയെ വിശ്വസിക്കുന്ന ഒരു സംവിധാനം നമുക്ക് വേണം. യുവത വിശ്വസിക്കുന്ന ഒരിടമായി PSC മാറുകയും വേണം. തൽക്കാലം അവിടെ ആർക്കും വിശ്വാസമില്ല എന്നത് തന്നെയാണ് സത്യം.